എന്താടാ നീ പ്ലേറ്റ് മാറ്റിയത്? എക്സ്ക്യൂസ് മീ, എന്റെ കൂട്ടുകാരെല്ലാം കൂടി എന്തോ തെറ്റ് ചെയ്തു. പക്ഷെ ഞാൻ മാപ്പി ചോദിച്ചു. ക്ഷമിച്ചു എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി പ്ലീസ്. എന്താ കണ്ടോടി, അവര് നമ്മളെല്ലാം അവമാനിച്ചത് കണ്ടോ? സാരമില്ലടി, അവര് തന്നെ വന്ന് മാപ്പ് ചോദിച്ചില്ലേ? വിട്ടേക്ക്. കമോൺ. എടി ഗീത വരുന്നു. കയ്യിലെന്താ? ടിഫൻ ബോക്സാ? എങ്ങോട്ടാ? ഇവിടെ അടുത്ത് വന്നതാ. നിനക്ക് ജോലി വീണ്ടും കിട്ടിയോ? എന്താടി ഈ വഴി? അടുത്തൊരു കമ്പനിയിൽ ഇന്റർവ്യൂവിന് വന്നതാ. ഇന്റർവ്യൂ 3 മണിക്കാ. അവിടെ ഇരുന്ന് ഊണ് കഴിക്കാൻ തോന്നിയില്ല. അതാ ഇങ്ങോട്ട് വന്നത്. നമ്മളെല്ലാം ഒന്നിച്ച് കഴിച്ച് എത്ര നാളായില്ലേ? ആ തുറക്ക്. എടി, നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? നീ എനിക്ക് വേണ്ടി ജോലി കളഞ്ഞിട്ട് ഇപ്പതേ കമ്പനി തോറും അലയുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാനിനി മിണ്ടില്ല. ഒരു നിമിഷം, ഇതൊന്നാ പൂച്ചയ്ക്ക് കൊടുത്തിട്ട് വരാം. പൂച്ചക്കോ? പാവം, അതെന്തെങ്കിലും കഴിച്ചിട്ട് എത്ര നാളായി കാണും. എടി, എന്നും നമ്മൾ ആ പൈപ്പിന്റെ അടുത്ത് പോകുന്നല്ലേ, എന്നിട്ട് ആ പൂച്ചയെ നമ്മൾ കണ്ടില്ലല്ലോ. അതെന്റെ ഓമന പൂച്ചയാടി, എനിക്ക് മാത്രമേ കാണാനൊക്കൂ. നീ വന്നോ? ഞാൻ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? നീ വന്നില്ലെങ്കിൽ ഞാൻ ഉണ്ണാവൃതം തുടങ്ങുമായിരുന്നു. കൊള്ളാം. പിന്നെ അടുത്ത കമ്പനിയിൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു എന്നും ഇങ്ങനെ വരാനൊക്കില്ല. കഴിച്ചു. അയ്യോ, അവര് വരുന്നു. ഞാൻ പോവാ. ഹായ് അല്ലിമു. ഹായ് ഹായ് ഭാഷ. ബൈ ദ വേ, മീറ്റ് മിസ്റ്റർ ജയൻ. Hello. And it's my classmate Geeta. Oh. Okay, see you. Hi. Hello, Prasad. Meet my friend Mr. Jain. Hello. Hello. He's our manager. I see. നിങ്ങൾ പോയിക്കോളൂ. See you again. Okay. നല്ല കാര്യം. നമ്മൾ ഒരുമിച്ച് വന്നത് മുതലാളിയുടെ മോള് കണ്ടില്ല. കണ്ടാലെന്താ? അവള് നേരെ ചെന്ന് മുതലാളിയോട് കൊടുത്തു കൊടുക്കും. ഓഹോ, ഇപ്പൊ മുതലാളിയുടെ നല്ല പിള്ളയാണെന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ. അത് നഷ്ടപ്പെടുമെന്നായിരിക്കും മോന്റെ പേടി. ഏയ്, നീ എന്ത് പറഞ്ഞാലും ഞാൻ മുതലാളിയുടെ നല്ല പിള്ള തന്നെയാണ്. നിങ്ങളുടെ തനിനിറ എനിക്കല്ലേ അറിയൂ. ഹലോ സർ. ഹലോ, വരൂ വരൂ. കറക്റ്റ് പേജാണല്ലോ തിരിച്ചു വെച്ചിരിക്കുന്നത്. കറക്റ്റ് പേജോ? വെഡിങ് കോളം. ഇത് ഞാൻ നോക്കിയിട്ട് എന്ത് കാര്യം? അങ്ങനെയല്ല സർ, അടുത്ത ലക്കത്തിലേക്ക് നമുക്ക് ഇപ്പൊ തന്നെ ഒരു കോളം റിസർവ് ചെയ്ത് വെക്കണം. ആർ യു ഗോയിങ് ടു മാരി? യെസ് സർ. നോ സർ, സാറിന്റെ മകളുടെ കാര്യം പറഞ്ഞതാണ്. എന്റെ മകളുടെ കാര്യമാണോ? ഇനി ഞാൻ അവളെ ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് വെച്ചാൽ 6 മാസത്തിനകം അവൾ അവനെ വിട്ടിട്ടിങ് പോരും. എപ്പോഴവളുടെ മനസ്സ് മാറും, അവളെ മനസ്സിലാക്കുന്ന ഒരുത്തിന് അവളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയും. I don't know when that happy day will come. ആ ദിവസം വന്നു കഴിഞ്ഞു സാർ. ഉള്ളതോ? ആശ ഒരാൾ സ്നേഹിക്കുന്നുണ്ട്. എന്റെ മകൾ ഒരാളെ പ്രേമിക്കുന്നു. യെസ്, ആശ ലവ്സ് എ ബോയ്. I can't believe it. സത്യമാണ് സാർ. Who is that boy? ആശയുടെ ക്ലാസ്മേറ്റ് ആണ്. മറ്റു വിവരങ്ങളൊന്നും അറിയില്ല. ജാതി, മതം. അവൾക്ക് ഇഷ്ടപ്പെട്ടാൽ അവൻ ഏത് ജാതിയായാലും ഏത് കുലമായാലും he is my son in law. ആശേ, പ്രസാദ് പറയുന്നതെല്ലാം സത്യമാണല്ലോ മോളെ, പിന്നെ നിഷേധിച്ചേക്കരുത്. നീ ഒന്ന് നാണിച്ചു കാണുന്നത് ഇപ്പോഴാ. വാ മോളെ. Now I am very very happy. ആശി, നിന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം. നിനക്ക് ഇഷ്ടപ്പെട്ട കല്യാണം തന്നെ ഞാൻ നടത്തി തരുന്നുണ്ട്. ഓക്കെ? പ്രസാദ് സാർ, കല്യാണത്തിന് ഇൻവിറ്റേഷൻ പ്രിന്റ് ചെയ്യട്ടെ? ആദ്യം ആ പയ്യനെ വിളിച്ചോണ്ട് പോവാ, ഞാനൊന്ന് കാണട്ടെ. നീ കളിക്കുന്ന കളി കൊഞ്ചം കൂടി ശരിയല്ലേ? എടാ പട്ടരെ, എന്റെ കളി ശരിയല്ലെന്ന് പറയുന്ന ആദ്യത്തെ ആള് നീയാ. എടാ സ്വാമി, ഇതെന്താണെന്ന് അറിയാമോ? വൈറ്റ് കോയിൻ. ഇതാണ് ആശ. ഇതെന്താണെന്ന് അറിയാമോ? റെഡ് കോയിൻ. അല്ലല്ല, ഇത് അവളുടെ അച്ഛനാണ്. സൂക്ഷിച്ചു നോക്കിക്കോ, ഇപ്പൊ രണ്ടുപേരെയും
ഒരേ അടിക്ക് കുടിയിലെന്നുണ്ട് എടേ ഒറ്റടിക്ക് രണ്ടുപേരെ വീഴ്ത്തുമെന്ന് പറഞ്ഞിട്ടേ ഇപ്പൊ സ്ട്രൈക്കർ നീയേ വീണല്ലോ. എന്താ കാതിലെ പൂ വെച്ചിക്കോ. പോ ആ നോക്ക്, വാറണ്ട് വന്നു. സോളായിട്ട് വാങ്ങിച്ചോ, ഞാൻ പോകുന്നു. ഹലോ ഹലോ, നിങ്ങളെ കാണാനാ വന്നത്. ഒരു നിമിഷം പ്ലീസ്. ആശയുടെ അച്ഛന് നിങ്ങളുടെ ഓഫേഴ്സ് എല്ലാം മനസ്സിലായിട്ടുണ്ട്. റിയൽ ഹി ഫീൽസ് വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. വൈകുന്നേരം അദ്ദേഹം ഒരു ചെറിയ പാർട്ടി ക്ഷണിച്ചിട്ടുണ്ട്. തീർച്ചയായും വരണം. വണ്ടി അയക്കണോ അതോ? എനിക്ക് എന്റെ ഫ്രണ്ടിന്റെ കാറുണ്ട്. ഓക്കെ, ഐ വിൽ കം. ഷുവർ. See you. என்னடா இது அக்கிரமம்? അയാൾ ഉന്നോട് ബെൻഡ് എടുക്കുമെന്ന് നനച്ച് ഉങ്കിட்ட ബെൻഡായി പോയിട്ടാ. എടാ സ്വാമി, അതിനെല്ലാം ഒരു മറുക് വേണം. മറുകോ? അറ്റൻഷൻ. കഥാനായിക ഒരു നാടൻ പെണ്ണിനെ പോലെ തുളസിത്തറയിൽ വിളക്ക് വെക്കുന്ന കാഴ്ച ഇന്നാണ് ഞാൻ കാണുന്നത്. ഒന്ന് ചുമ്മാ ചുമ്മാ ചൂടാകാതെ. ഇപ്പൊ മണവാളൻ നമ്മുടെ ആളാ. പിന്നൊരു കാര്യം അറിഞ്ഞോ? ഇന്ന് വൈകുന്നേരം ടീ പാർട്ടിക്ക് പുള്ളിക്കാരനും വരുന്നുണ്ട്. ആശ എന്നെ ചായ ഉണ്ടാക്കണം. അയ്യോ ഞാനോ? ആ ചായ കുടിച്ചിട്ട് അയാൾ എന്ത് പാടുപെടാൻ പോകുന്നു. ഒന്ന് പോകുന്നു. വാച്ച്മാൻ. സാർ, എന്താ എന്നെ വിളിപ്പിച്ചത്? ഒരു പെണ്ണ് വന്നിരിക്കുന്നു. പെണ്ണോ? അതെ. എവിടെ? ആ ഗേറ്റിൽ. എടാ സാമ്പാറെ, അവിടെ ഇരിക്കേ, ഞാൻ പോയിട്ട് ഇപ്പോ വരാം. എടേ, ജയൻ അവിടെ പോകുന്നു. ഒരു പുതിയ കോൾ കിട്ടിയിട്ടുണ്ട്. അവനൊരു ബട്ടർഫ്ലൈ അല്ലേ? ഭാഗ്യവാൻ. അടിയനും കൂടെ വരട്ടെ. നിങ്ങളോ? നായകനെ കാണാൻ പോവില്ലേ? അരമണിക്കൂർ വെയിറ്റ് ചെയ്താൽ പുള്ളിക്കാരൻ ഇവിടെ വരും. നോക്ക്. ഉപദ്രവിക്കുന്നില്ല, ഞാൻ ഇറങ്ങിയേക്കാം. അടിയൻ ഇറങ്ങി. ഗ്രീൻ സിഗ്നൽ. നിങ്ങളെ കുറിച്ച് എനിക്ക് വലിയ മതിപ്പായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് നിങ്ങളുടെ പണിനിറവ് എനിക്ക് ബോധ്യമായത്. ഇത് പറയാനാണോ എറണാകുളത്ത് നിന്ന് കഷ്ടപ്പെട്ട് ഇവിടെ വന്നത്? ശങ്കർ. സോറി, ഇവിടെ ഞാൻ ജയനാണ്. ജയനോ? യെസ്. അച്ഛൻ എനിക്ക് ജയശങ്കർ എന്ന് പേര് വെച്ചു. ഞാനത് വെട്ടി രണ്ടാക്കി. എറണാകുളത്ത് ശങ്കറായി, ഇവിടെ ജയനായും കഴിയുന്നു. ജയനല്ലേ മോർ റൊമാൻറ്റിക്? ദ്രോഹി, നിങ്ങളെ ഞാൻ വിശ്വസിച്ചല്ലോ. നിന്റെ വിശ്വാസം ഞാൻ തെറ്റിച്ചില്ലല്ലോ. എന്റെ ഒരു കുഞ്ഞിന്റെ അമ്മയാകാനുള്ള അവസരം ഞാൻ നിനക്ക് തന്നില്ലേ? അപ്പോ നിങ്ങൾ എന്നെ മനഃപൂർവ്വം ചതിക്കുകയായിരുന്നല്ലേ? ഇത് മനസ്സിലാക്കാൻ ഇത്ര സമയമെടുത്ത നിനക്ക് ഏത് യൂണിവേഴ്സിറ്റിയാണ് ഈ ഡിഗ്രി തന്നെ? സീറോ പാർട്ടി ആയിരിക്കും. ശങ്കർ. മിസ് സരോജ, നീ ഒന്ന് മനസ്സിലാക്കി. ഞാൻ നിന്നെ തട്ടിക്കൊണ്ടുപോയി ബലാത്കാരം ചെയ്തൊന്നുമല്ല. നീ എന്റെ പുറകെ വന്നു, അതിന്റെ ഫലം നീ ഇപ്പൊ അനുഭവിക്കും. പിന്നെ ഞാനൊരു തേൻ തേടുന്ന വണ്ടാണ്. നീ എന്റെ തേൻ കുടിച്ചു, അതുകൊണ്ട് നീ എന്നെ സ്വീകരിച്ചേ പറ്റുമെന്ന് ഏതെങ്കിലും പുഷ്പം വണ്ടിനോട് അവകാശപ്പെട്ടിട്ടുണ്ടോ? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ? എന്താ പറഞ്ഞത്? ചുമ്മാ കിടന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ട് യാതൊരു കാര്യവുമില്ല. പിന്നെ നീ ഇത്രയും വിഷമിക്കുന്നത് കൊണ്ട് ഞാൻ ഒരു വഴി പറഞ്ഞുതരാം. ഏതെങ്കിലും ഒരു ലേഡി ഡോക്ടറെ കാണും, പ്രശ്നം അവസാനിപ്പിക്കുക. അത്രയല്ലേ ഉള്ളൂ. ലേഡി ഡോക്ടറെയോ? യെസ് മൈ ഡിയർ, നൗ അബോർഷൻ ഈസ് ലീഗലൈസ്ഡ്. ഡോണ്ട് വറി.
ഷീ ഈസ് സ്റ്റിൽ അൺകോൺഷ്യസ്. ഗെറ്റ് ദിസ് മെഡിസിൻ ഫാസ്റ്റ്. ഓക്കെ, പ്ലീസ് കം. എങ്ങനെയുണ്ട് ഡോക്ടർ? പേടിക്കേണ്ട സ്റ്റേജ് കഴിഞ്ഞു, പക്ഷേ ഒരു കാല് മുറിക്കേണ്ടി വരും.